1 കിലോമീറ്ററിലേറെ നീളമുള്ള ജില്ലയിലെ ഏറ്റവും നീളമുള്ള മേൽപ്പാലം മീഞ്ചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അറിയിച്ചു. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ നവീകരിച്ച AKG മേൽപ്പാലത്തിന്റെയും പാലത്തിന്റെയും വൈദ്യുതി ദീപാലങ്കാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മീഞ്ചന്ത, വട്ടക്കിണർ, അരീക്കാട് ഭാഗങ്ങളിലെ രൂക്ഷമായ ഗതാഗത സ്തംഭനത്തിന് പരിഹാരമായി മീഞ്ചന്തയിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് 40 വർഷങ്ങളിലേറെ പഴക്കമുണ്ട്. വട്ടക്കിണർ നിന്ന് തുടങ്ങി മീഞ്ചന്തയ്ക്ക് മുകളിലൂടെ അരീക്കാട് ഇറങ്ങുന്ന മേൽപ്പാലം കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലത്തിൽ തുടങ്ങി ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ അവസാനിക്കും. മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ചെറുവണ്ണൂരിലും മേൽപ്പാലം വരുന്നുണ്ട്. അവിടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. ചെറുവണ്ണൂർ, മീഞ്ചന്ത മേൽപ്പാലങ്ങൾക്കായി ആകെ 200 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നഗരത്തിലെ പാലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ബീച്ചിലേക്ക് പോകുന്ന പാലം ബഹുമാന്യനായ CHന്റെ പേരിലാണ്. ഈ പാലങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചരിത്രപരമായ പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് ഈ AKG ഫ്ലൈ ഓവർ പാലങ്ങളെ ദീപാലംകൃതമാക്കാനും നവീകരിക്കാനുമുള്ള പദ്ധതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് നിശ്ചയിച്ചത്. അതായത് 2026 ആകുമ്പോഴേക്കും 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുക, പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്നുള്ളത് 3.25 വർഷം കൊണ്ട് തന്നെ സെഞ്ചുറി അടിച്ച് 100 പാലം കിടക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കും. കോഴിക്കോട് നഗരത്തിൽ പട്ടാളപ്പള്ളി, തളി ക്ഷേത്രം, CSI ചർച്ച്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, പുരാതന കെട്ടിടങ്ങൾ എന്നിവ സ്ഥിരമായി ദീപാലംകൃതമാക്കുന്ന പ്രവൃത്തിയും തുടങ്ങാൻ പോകുകയാണ്. ദീപാലംകൃതമായ ഫറൂഖ് പഴയ പാലം ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ 3.25 വർഷം കൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയായതായി മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, കൗൺസിലർമാരായ K. മൊയ്തീൻ കോയ, P. മുഹസീന, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.